ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമലേഖനം 9-ാം അധ്യായം ഇതിൻ്റെ 3 മുതലുള്ള ഭാഗങ്ങളിൽ ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. അവർ ഇസ്രായേല്യർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. പൗലോസ് പറയുകയാണ്, എല്ലാം അവർക്കുള്ളതാണ്. പക്ഷേ അതിൻ്റെ അവസാനം പറയുന്നത് ഇങ്ങനെയാണ്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. എൻ്റെ തൊട്ട് മുകളിൽ പറയുന്നത്, അവർ ഇസ്രായേല്യർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അടുത്ത വാക്കിങ്ങനെയാണ്, ഇതെല്ലാം സത്യമാണ്. അടുത്ത വാക്കിങ്ങനെയാണ്, അവൻ സർവത്തിനും മീതെ ദൈവമായി. അതിൻ്റെ 6-ാം വാക്യം പറയുന്നു, ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവനെല്ലാം ഇസ്രായേല്യർ എന്നും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ എൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് റോമാസഭയ്ക്ക് ലേഖനം കൈമാറുമ്പോൾ ആത്മാവിൽ പറയുകയാണ്, എല്ലാം അവർക്കുള്ളതാണ്. എൻ്റെ ജഡപ്രകാരമുള്ള എൻ്റെ സഹോദരന്മാർ ആ മേഖലയ്ക്കകത്ത് അടിയുറച്ച് നിൽക്കുമ്പോൾ, അവർ ചിലതിനെ മുറുകെ പിടിച്ച് നിൽക്കുമ്പോൾ, അതിനകത്ത് നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് എന്നെ വലിച്ചടുപ്പിച്ചത്, ആ സ്നേഹത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അത് ദൈവത്തിൻ്റെ നിർണയമാണ്. പൗലോസ് പറയുന്നത്, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിൻ്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, അതിൻ്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളത്രേ സന്തതി എന്ന് എണ്ണുന്നു. അപ്പോൾ ജഡപ്രകാരം ജനിച്ച മക്കളല്ല, വാഗ്ദത്തപ്രകാരം ജനിച്ചതാണ് സന്തതി. എന്നെ കേൾക്കുമ്പോൾ പ്രിയരെ, ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്നത് തന്നെ ഒരു വാഗ്ദത്വമാണ്, ഒരു പ്രോമിസാണ്. ദൈവം അനുവദിച്ചത് കൊണ്ടല്ലേ ഇത് കേൾക്കാൻ പറ്റുന്നത്. അപ്പോസ്തലൻ പറയുന്നു, ഞാനും എൻ്റെ സഹോദരന്മാരിൽ ഒരുവനെ പോലെ നിൽക്കേണ്ടതാണ്. പക്ഷേ ഞാൻ അറിഞ്ഞ ഒരു സത്യത്തിലേക്ക്, അല്ലെങ്കിൽ എന്നെ ദമസ്കോസിൽ വെച്ച് തൊട്ട ആ കർത്താവിലേക്ക് ഞാൻ തിരിഞ്ഞ് ശാപഗ്രസ്തനാകാൻ നിന്ന എന്നെ അനുഗ്രഹത്തിലേക്ക് വിളിച്ച് വേർതിരിച്ച ഈ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. ഇത് സന്തതി എന്ന് പറയുന്നത് എഴുതപ്പെടുന്നതിനേക്കാൾ അധികമായിട്ട് നിർണയിക്കപ്പെടുന്നതാണ്. ദൈവത്തിൻ്റെ മഹത്വം ഒരുവൻ്റെ മേൽ വീണാൽ, പ്രിയരെ, ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷേ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുമ്പോൾ തൻ്റെ വസ്ത്രം കാത്തു സൂക്ഷിച്ച ആ ശൗലിനെ തന്നെ കർത്താവ് ദമസ്കോസിൽ വെച്ച് തൊട്ട് ലേഖനങ്ങൾ എഴുതാൻ ഉപയോഗപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും ദൈവം ഇതുപോലെ നമ്മളെ കണ്ടിട്ടുണ്ട്. നമ്മളിതുപോലെ വാഗ്ദത്തത്തിലേക്ക് പിടിച്ചടുപ്പിക്കുന്നുണ്ട്. അത് കണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് ഈ വലിയ സത്യത്തിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിപ്പാൻ, വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.